Ladies and gentlemen, welcome to Singapore Changi International Airport. ട്രാവലിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സിംഗപ്പൂരിലാണ്. എന്താണ് സിംഗപ്പൂരിൽ കാണാനുള്ളത്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തം, എന്നാൽ അവയുടെയെല്ലാം സമ്മിശ്രമായതെല്ലാം ഇവിടെയുണ്ട്. കാണാനും ആസ്വദിക്കാനും പരിചയപ്പെടാനും. സിംഗപ്പൂർ ഭാവിയുടെ നാടാണ്. സാങ്കേതിക വിദ്യ ഈ നാടിന്റെ ടൂറിസത്തിന് മിഴിവേകുന്ന കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്കൂട്ട് എയർലൈൻസിന്റെ വിമാനത്തിൽ പറന്നുയർന്ന് സിംഗപ്പൂർ സമയം രാവിലെ 6 മണിക്ക് സിംഗപ്പൂരിലെ പ്രധാന വിമാനത്താവളമായ ചാങ്കി എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ വ്യോമ ഗതാഗത രംഗത്തെ ഒരു പ്രധാന ഹബ്ബാണ് ഈ ചാങ്കി എയർപോർട്ട്. ഒരു ദിവസം മുഴുവൻ നടന്നാലും കണ്ടു തീരാനാവാത്ത അത്രയധികം കാഴ്ചകളാണ് ഈ എയർപോർട്ടിലുള്ളത്. മാത്രമല്ല, ലോകത്തെ തിരക്കേറിയ എയർപോർട്ടുകളിൽ ഒന്നാണ് ഈ ചാങ്കി എയർപോർട്ട്. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടും ഫ്രഷ് ആകുവാൻ വേണ്ടി ഹോട്ടലിൽ ഒരു റൂം എടുക്കേണ്ടി വന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഹോട്ടൽ റൂമുകൾ തോറ്റുപോകുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിമനോഹരമായ വാഷ്റൂമുകളും ഗസ്റ്റ് റൂമുകളും ഒക്കെയാണ് ഈ വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഈ സിംഗപ്പൂർ പാക്കേജിനെ പറ്റി ഞാൻ വിശദമായി പറയാം. അതിനു മുമ്പ് ഇങ്ങനെ ഒരു സിംഗപ്പൂർ ട്രിപ്പിന്റെ വീഡിയോ എടുക്കുവാൻ സഹായിച്ച എന്റെ ഫ്രണ്ട് ബിമൽനാഥിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും, കൂടാതെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സായ ജിതേഷിനും ലിഷയും എന്റെ ഒരു ബിഗ് താങ്ക്സ് നേരുന്നു. മാത്രമല്ല, ഈ യാത്രയ്ക്ക് വേണ്ട ഹെൽപ്പും അതിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു തന്നത് ജിതേഷിന്റെയും ലിഷയും കാഡസ് ഫ്ലൈ എന്ന ട്രാവൽ ഏജൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാവൽ ആവശ്യങ്ങൾക്ക് വിളിക്കുവാൻ വേണ്ടിയുള്ള കാഡസ് ഫ്ലൈയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഈ സിംഗപ്പൂർ പാക്കേജിനെ പറ്റി വിശദമായി പറയാം. തിരുവനന്തപുരത്തു നിന്നും വൈകിട്ട് സ്കൂട്ട് എയറിന്റെ ഫ്ലൈറ്റിൽ സിംഗപ്പൂർ ഒക്കെ കണ്ട് രാത്രി റോയൽ കരീബിയന്റെ സ്പെക്ട്രം ഓഫ് സീസ് എന്ന കപ്പലിൽ 3 നൈറ്റ് പെനാങ് ടൂർ പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സിംഗപ്പൂരിൽ നിന്നും പെനാങ്ങിലേക്കും അവിടുന്ന് തിരിച്ച് സിംഗപ്പൂരിലേക്കും ആഡംബര കപ്പലിൽ ഒരു യാത്രയും, ഒപ്പം സിംഗപ്പൂരിലെയും പെനാങ്ങിലെയും വിവിധ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ സന്ദർശിക്കുകയുമാണ് ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാങ്കി എയർപോർട്ടിൽ നിന്നും ടൂർ ഏജൻസി അറേഞ്ച് ചെയ്ത കാറിൽ ഞങ്ങൾ സിംഗപ്പൂർ കാഴ്ചകൾ കാണുവാനായി പുറപ്പെട്ടു. ചൈനക്കാരനായ ഡ്രൈവർ ഫുങ് ആളൊരു സരസനാണ്. യാത്രയിലുടനീളം സിംഗപ്പൂരിലെ കാഴ്ചകളെ പറ്റി ഫുങ് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ സിംഗപ്പൂരിലെ വ്യത്യസ്തമായ ഫൈനുകളെ പറ്റിയും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. റോഡിന് ഇരുവശത്തും കട്ട് ചെയ്ത് വൃത്തിയാക്കി നിർത്തിയ മരങ്ങളും പൂച്ചെടികളും. പൊതുഗതാഗതത്തിൽ ഇത്രയധികം ശ്രദ്ധ പതിപ്പിക്കുന്ന സിംഗപ്പൂരിൽ പക്ഷേ നിയമങ്ങൾ കർശനമാണ്. പബ്ലിക് വാഹനങ്ങളിൽ ഭക്ഷണമോ പുകവലിയോ പാടില്ല. നിയമം ലംഘിച്ചാൽ 200 സിംഗപ്പൂർ ഡോളറാണ് പിഴ. മനോഹരമായ ചിത്രങ്ങൾ പതിച്ച ഈ ബോർഡുകളുടെ പുറകിൽ ഇവിടെ റോഡിലോ ബിൽഡിങ്ങുകളുടെയോ ഒക്കെ പണിയാണ് നടക്കുന്നത്. അത് കാണുവാതിരിക്കാൻ വേണ്ടിയാണ് മറച്ചു വച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ G20 വേണ്ടി നമ്മുടെ നാട്ടിൽ പച്ച ഷീറ്റിട്ട് മറച്ച റോഡുകളുടെ ദൃശ്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ പിന്നിട്ട് കാർ അതിവേഗം മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. കർശനമായ ട്രാഫിക് നിയമങ്ങളാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ ഹോൺ മുഴക്കിക്കൊണ്ട് ഓവർടേക്ക് ചെയ്യുന്നവരെ തടയുകയോ വട്ടം വെക്കുകയോ ഒന്നും ഇവിടെയില്ല. പാതയോരങ്ങളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന ചെടികളും തണൽ മരങ്ങളും മാത്രം. താഴെ ഉണങ്ങിയ ഒരു ഇലയോ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളോ മാലിന്യങ്ങളോ ഒന്നും കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ഇവയെല്ലാം വൃത്തിയായി പരിപാലിച്ചിരിക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാം. പൊതുഗതാഗതത്തിൽ ചില നിയമങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുഗതാഗതത്തിന് ട്രാമുകളും ബസ്സുകളും ഒക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിഡന്റുകൾ വളരെ കുറവാണ്. അഥവാ ഇനി ആക്സിഡന്റുകൾ ഉണ്ടായാൽ റോഡിൽ വെച്ച് തന്നെ അത് പറഞ്ഞ് സെറ്റിൽമെന്റ് ചെയ്യും എന്നാണ് ഡ്രൈവർ ഫുങ് പറഞ്ഞത്. ഹോർ സംസ്ഥാനത്തിന് തെക്കും ഇന്തോനേഷ്യയിലെ റിയാവു ദ്വീപുകൾക്ക് വടക്കുമായി മലയൻ ഉപദ്വീപിന്റെ തെക്കേ മുനമ്പിൽ സ്ഥിതി ചെയ്യുന്നു. 2-ാം നൂറ്റാണ്ടു മുതൽ തദ്ദേശീയമായ രാജവംശങ്ങളുടെ അധീനതയിലായിരുന്നു സിംഗപ്പൂർ. നിരവധി കോളനി രാജ്യങ്ങൾ സിംഗപ്പൂരിന്റെ അധികാരത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി രാജ്യങ്ങളുടെ സംസ്കാരങ്ങളുടെ ഒരു ഒത്തുചേരൽ കൂടിയാണ് ഈ സിംഗപ്പൂർ. ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുമ്പ് ഒരു മലയൻ മുക്കുവ ഗ്രാമമായിരുന്നു സിംഗപ്പൂർ. 1819 സർ സ്റ്റാംഫോർഡ് റാഫിൾസ് എന്ന ബ്രിട്ടീഷുകാരൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ജോഹോർ രാജവംശത്തിന്റെ അനുമതിയോടുകൂടി രൂപകൽപ്പന ചെയ്ത സ്ഥലമാണ് നാം ഇന്ന് കാണുന്ന ഈ ആധുനിക സിംഗപ്പൂർ. പ്രധാന ദ്വീപിനെ മലയ് ഭാഷയിൽ 3-ാം നൂറ്റാണ്ട് മുതൽക്കേ പുലാവു ഉജോങ് എന്ന് വിളിച്ചു വന്നിരുന്നു.
അവസാന ഭാഗത്തെ ദ്വീപ് എന്നാണ് മലയ് ഭാഷയിൽ പുലാവ് ഉജോങ്ങിന്റെ അർത്ഥം. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ ഹരിതവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി സിംഗപ്പൂരിന് ഉദ്യാന നഗരം എന്നൊരു വിശേഷണവും ലഭിച്ചിട്ടുണ്ട്. സിംഗപ്പൂരിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ ലിഖിതം ചൈനീസിലാണ്. 3-ാം നൂറ്റാണ്ടിലായിരുന്നു ഇത്. സിംഗപ്പൂർ സ്ഥിതി ചെയ്യുന്ന ദ്വീപിനെ അതിൽ പുലുവോ ചുങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലയ് ഭാഷയിലെ പുലാവ് ഉജോങ് എന്ന വാക്കിന്റെ ചൈനീസ് തർജ്ജമയാണ്. അപ്രത്യക്ഷമായ നഗരം ഭൂപടത്തിൽ നിന്ന് പോലും തുടച്ചു നീക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു സിംഗപ്പൂരിന്. മജാപഹിത് സാമ്രാജ്യവും സിയാമിന്റെ അയുത്ത രാജ്യവും, അതായത് ഇപ്പോഴത്തെ തായ്ലൻഡും തമ്മിലുള്ള കൈമാറ്റവും ജോഹാർ സുൽത്താനേറ്റിനെ ഒരു പ്രധാന വ്യാപാര തുറമുഖമായി സ്വയം അടയാളപ്പെടുത്തിയതോടുകൂടി സിംഗപ്പൂർ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഒരിടമായി മാറി. 1613 പോർച്ചുഗീസ് കടൽ കൊള്ളക്കാർ നഗരം ചുട്ടുകളയുന്നതിലേക്ക് വരെ ഈ വളർച്ച നയിച്ചു. 1819 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന സ്റ്റാംഫോർഡ് റഫിൾസ് ദ്വീപിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് സിംഗപ്പൂരിന്റെ ചരിത്രം തന്നെ മാറി മറിയുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള സമുദ്രപാതയിൽ പുതിയൊരു തുറമുഖം സൃഷ്ടിക്കുന്നതിനായി അദ്ദേഹം സിംഗപ്പൂരിനെയാണ് ഒന്ന് തിരഞ്ഞെടുത്തത്. അന്ന് ദ്വീപിന്റെ ഭരണം നാമമാത്രമായി മലേഷ്യയിലെ ജോഹോർ സുൽത്താൻമാർക്കായിരുന്നു. പക്ഷേ അവരെ നിയന്ത്രിച്ചിരുന്നത് ഡച്ചുകാരും ബുഗീസ് ജനതയുമായിരുന്നു. അന്ന് സുൽത്താനേറ്റിലെ തെൻഗു അബ്ദുർ റഹ്മാനെ മൂത്ത സഹോദരനായിരുന്ന തെൻഗു ലോങ് റിയോ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടിരുന്നു. തെമൻഗുങ് എന്നറിയപ്പെടുന്ന മലയ് സുരക്ഷാ സേവകരുടെ സഹായത്താൽ റഫിൾസ് തെൻഗു ലോങ്ങിനെ ദ്വീപിലേക്ക് തിരികെ കൊണ്ടുവരികയും അദ്ദേഹം തെൻഗു ലോങ്ങിനെ ജോഹോറിന്റെ സുൽത്താനായി അംഗീകരിച്ച് സുൽത്താൻ ഹുസൈൻ എന്ന സ്ഥാനപ്പേരും നൽകി. സുൽത്താന് വാഗ്ദാനം ചെയ്ത വാർഷിക വരുമാനം $5000 തെമൻഗുങ്ങിന് $3000 സുൽത്താൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് സിംഗപ്പൂരിൽ വാണിജ്യ കേന്ദ്രം സ്ഥാപിക്കാനുള്ള അവകാശം നൽകണം എന്ന വ്യവസ്ഥയാണ് ഇതിന് പകരമായി അദ്ദേഹം മുന്നോട്ട് വെച്ചത്. 1819 ഫെബ്രുവരി 6 സിംഗപ്പൂർ ഔദ്യോഗിക കരാറിൽ ഇരുകൂട്ടരും ഒപ്പുവെച്ചതോടുകൂടി ആധുനിക സിംഗപ്പൂർ ലോകത്ത് ജന്മം കൊള്ളുകയും 2ാം ലോക മഹായുദ്ധകാലത്ത് 1942 മുതൽ 1945 വരെ ജാപ്പാനീസ് സാമ്രാജ്യമായിരുന്നു സിംഗപ്പൂർ കീഴടക്കി ഭരിച്ചിരുന്നത്. ജപ്പാൻ കീഴടങ്ങിയതോടുകൂടി സിംഗപ്പൂർ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലേക്ക് മടങ്ങി. കൂടുതൽ ഭരണം ലഭിച്ചതിന്റെ ഫലമായി സിംഗപ്പൂർ മലയ ഫെഡറേഷനുമായി ലയിച്ചു. 1963 മലേഷ്യ രൂപീകരിക്കപ്പെട്ടു. എന്നിരുന്നാലും സിംഗപ്പൂരിലെ ഭരണകക്ഷിയായ പീപ്പിൾസ് ആക്ഷൻ പാർട്ടിയും മലേഷ്യയിലെ അലയൻസ് പാർട്ടിയും തമ്മിലുള്ള സാമൂഹ്യ അശാന്തിയും തർക്കങ്ങളും സിംഗപ്പൂരിനെ മലേഷ്യയിൽ നിന്നും പുറത്താക്കുന്നതിൽ കലാശിച്ചു. അങ്ങനെ 1965 ഓഗസ്റ്റ് 9 സിംഗപ്പൂർ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറപ്പെട്ടു. ഇതാണ് പ്രസിദ്ധമായ റാഫിൾസ് ഹോട്ടൽ. 136 വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ്. പ്രതിദിനം 1 ലക്ഷം രൂപയ്ക്കടുത്ത് വാടകയുള്ള ഇവിടെ ചാർലി ചാപ്ലിൻ മുതൽ മൈക്കിൾ ജാക്സൺ വരെയുള്ള പ്രമുഖർ അന്തിയുറങ്ങിയ ഒരു സ്ഥലം കൂടിയാണ്. നിരവധി ബാങ്ക് കെട്ടിടങ്ങളും പഴയ ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് നിർമ്മിച്ച ഇന്നും തലയുയർത്തി നിൽക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗും ഒക്കെ അടങ്ങിയ നിരവധി അമ്പരചുംബികളായ കെട്ടിടങ്ങൾ അടങ്ങിയതാണ് സിംഗപ്പൂർ നഗരത്തിലെ കെട്ടിട സമുച്ചയങ്ങൾ. സ്വന്തമായി വളരെ കുറച്ച് മാത്രം പ്രകൃതി വിഭവങ്ങളുള്ള സിംഗപ്പൂർ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് സാമൂഹികവും രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥയിലും സാമ്പത്തികമായി അവികസിതമായിരുന്നു. വിദേശ നിക്ഷേപവും ലീ ക്വാൻ യു സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായവൽക്കരണവും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും തുറമുഖത്തിലൂടെ കയറ്റുമതിയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയുടെ നിർമ്മാണത്തിന് കാരണമായി. സ്വാതന്ത്ര്യാനന്തരമുള്ള അതിവേഗ വികസനത്തിലൂടെ സിംഗപ്പൂർ അങ്ങനെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ഇന്ന് സിംഗപ്പൂർ ഒരു പ്ലാന്റ് സിറ്റിയായാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭാഷയായ തമിഴ് ഉൾപ്പെടെ ഇവിടെ നിരവധി ഭാഷകൾ സംസാരിക്കുന്നു. സിംഗപ്പൂര എന്ന മലയ പേരിനെ ഇംഗ്ലീഷ് വൽക്കരിച്ചതാണ് നാം ഇന്ന് പറയുന്ന സിംഗപ്പൂർ എന്ന പേര്. ഇന്ത്യൻ ഭാഷയായ സംസ്കൃതത്തിൽ നിന്നാണ് ഈ പേര് ഉത്ഭവിച്ചിരിക്കുന്നത്. സിംഹവും നഗരം എന്നർത്ഥമുള്ള പൂരവും കൂടി ചേർന്ന് സിംഹപുരം എന്ന സംസ്കൃത വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. സിംഹനഗരം എന്നൊരു വിശേഷണവും ഇതിനാൽ തന്നെ സിംഗപ്പൂരിന് ലഭിച്ചിട്ടുണ്ട്. സിംഗപ്പൂരിന്റെ മിക്ക ദേശീയ പ്രതീകങ്ങളിലും സിംഹമുദ്ര കാണാവുന്നതാണ്. ശ്രീ വിജയ സാമ്രാജ്യത്തിലെ രാജകുമാരായിരുന്ന സംഘനില ഉത്തമയാണ് ദ്വീപിന് സിംഗപ്പൂർ എന്ന പേര് നൽകിയെന്നും പറയപ്പെടുന്നു. രാജ്യത്തിന്റെ വലിപ്പക്കുറവ് കൊണ്ട് തന്നെ ലോക ഭൂപടത്തിലും ഏഷ്യൻ ഭൂപടത്തിലും സിംഗപ്പൂരിനെ ഒരു ചെറിയ ബിന്ദുവായാണ് സൂചിപ്പിക്കുന്നത്. ഇതേ കാരണത്താൽ ലിറ്റിൽ റെഡ് ഡോട്ട് എന്ന അപരനാമവും സിംഗപ്പൂരിനുണ്ട്. സിംഗപ്പൂരിന്റെ ഇത്രയേറെ പുരോഗതിക്ക് കാരണം അതിന്റെ ഭൂപടത്തിലുള്ള സ്ഥാനം തന്നെയാണ്. ഇന്ത്യൻ മഹാസമുദ്രങ്ങളും പസഫിക് സമുദ്രങ്ങളുമായി ചുറ്റപ്പെട്ടിരിക്കുന്ന സിംഗപ്പൂരിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് അതിനെ പ്രകൃതിദത്തമായ ഒരു തുറമുഖത്തിന്റെ സാന്നിധ്യവും സ്വതന്ത്ര തുറമുഖം എന്ന നിലയിൽ എത്തിച്ചേർന്നത്. 1990കളോടെ വളരെ വികസിത സ്വതന്ത്ര വിപണി സമ്പദ് വ്യവസ്ഥയും ശക്തമായ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളുമുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളിലൊന്നായി രാജ്യം മാറിയോടുകൂടി ഇന്ന് ഏഷ്യയിലെ ഏറ്റവും ആഭ്യന്തര ഉൽപാദനമുള്ള രാജ്യമായി 7ാം സ്ഥാനത്ത് സിംഗപ്പൂർ എത്തിച്ചേർന്നിരിക്കുന്നു.
അതിവിശാലമായ സിംഗപ്പൂർ നഗരത്തിന്റെ നടുക്കുള്ള ഈ ഭാഗം മറീന എന്നാണ് അറിയപ്പെടുന്നത്. വിശാലമായ മറീനയിൽ കൂടി നടക്കുമ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവിന്റെ ചിത്രമാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ ഇവിടം പരിപാലിച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ്. ഒരു മാലിന്യമോ അഴുക്കുകളോ ചാലുകളോ ഒന്നും ഇവിടെയില്ല. പകരം എങ്ങും ബോഗൻ വില്ലകളും ജയന്റ് വീടുകളും അകലെയായി തലയുയർത്തി നിൽക്കുന്ന നിരവധി ബിൽഡിങ്ങുകളുമാണ് മറീനയിൽ നിന്നുള്ള കാഴ്ച. വിശാലമായ ബോട്ടിങ്ങിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. തടാകത്തിന്റെ നടുക്കായി തലയുയർത്തി നിൽക്കുന്ന സിംഹരൂപത്തിലുള്ള ഒരു ശില്പം കാണാം. ഇതാണ് മെർലയൺ. സിംഗപ്പൂരിന്റെ ദേശീയ മുഖമുദ്രയാണ് മെർലയൺ. സിംഹത്തിന്റെ ശിരസും മത്സ്യത്തിന്റെ ഉടലുമായുള്ള ഒരു സാങ്കല്പിക ജീവിയാണ് മെർലയൺ. പാതി സിംഹവും പകുതി മീനുമായ ഒരു വിചിത്ര രൂപം. സിംഹത്തിന്റെ തലയും മത്സ്യത്തിന്റെ ഉടലുമാണ് ഇതിനുള്ളതെങ്കിലും വിചിത്രമായ ഒരു കാര്യം എന്തെന്നാൽ ഇതിവിടുത്തെ ഏതെങ്കിലും പുരാണങ്ങളിൽ നിന്നോ കഥകളിൽ നിന്നോ എടുത്തതല്ല, മറിച്ച് സിംഗപ്പൂർ ടൂറിസം ബോവയ്ക്കായി 1964 ബ്രിട്ടീഷ് ഇക്കോളജിസ്റ്റ് അലക്സാണ്ടർ ഫ്രേസർ ബ്രണ്ണൻ രൂപകൽപ്പന ചെയ്ത ഒരു ശില്പമാണ്. ഈ മെർലയൻ്റെ തന്നെ നിരവധി രൂപത്തിലുള്ള ശില്പങ്ങൾ നമുക്ക് പല ഭാഗത്തും സിംഗപ്പൂരിൽ കാണുവാൻ സാധിക്കും. സിംഗപ്പൂർ എന്ന മഹാനഗരത്തിന്റെ നടുവിലായി തലയുയർത്തി നിൽക്കുന്ന 3 ടവറുകൾ കണക്ട് ചെയ്ത ഈ ബിൽഡിംഗ് ആണ് സിംഗപ്പൂർ സ്കൈ പാർക്ക്. ഇത് ശരിക്കും ഒരു ഹോട്ടലാണ്. ഇതിന്റെ മുകളിലായി ഒരു ഭാഗത്ത് സ്കൈ പാർക്ക് ഒബ്സർവേറ്ററിയും മറുഭാഗത്ത് ഗസ്റ്റുകൾക്കായി അതിവിശാലമായ ഒരു ഹോട്ടലുമുണ്ട്. അതിന് മുകളിലായി ഇൻഫിനിറ്റി പൂളുമുണ്ട്. പക്ഷേ സന്ദർശകർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. സ്കൈ പാർക്ക് ബിൽഡിങ്ങിന് മുമ്പിലായി മനോഹരമായ ആർട്ട് വർക്ക് ചെയ്ത ചില ദൃശ്യങ്ങളുണ്ട്. എത്ര രസമായിട്ടാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആകാശം മുട്ടുന്ന രീതിയിലൊരു ജയന്റ് വീൽ. കാഴ്ചകൾ കാണുവാൻ വേണ്ടി അതിലൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അടുത്തെത്തിയപ്പോഴാണ് അറിഞ്ഞത് റിനോവേഷന് വേണ്ടി ഇത് അടച്ചിട്ടിരിക്കുകയാണ്. തൊട്ടു മുന്നിലായി ഫോർമുല 1 റേസിന് വേണ്ടിയുള്ള ട്രാക്കാണിത്. പക്ഷേ അങ്ങോട്ട് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമായിട്ടില്ല. സ്കൈ പാർക്കിന്റെ മുമ്പിലെ കാഴ്ചകൾ കണ്ട് അതിനകത്തോട്ട് കയറി. മുകളിലോട്ട് പോകാനുള്ള ടിക്കറ്റ് എടുത്താൽ മാത്രമേ മുകൾ വശം കാണുവാൻ സാധിക്കുകയുള്ളൂ. മുകളിലോട്ട് പോകുവാനുള്ള ടിക്കറ്റൊക്കെ ടൂർ ഏജൻസി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിവേഗ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് തുറന്ന് പുറത്തിറങ്ങിയാലോ അതിഗംഭീരമായ കാഴ്ചകൾ, മനോഹരമായ ദൃശ്യങ്ങൾ. മുകളിലെത്തിയാൽ പിന്നെ തുറമുഖത്തെ കപ്പലുകളും നങ്കൂരമിട്ട് കിടക്കുന്ന ക്രൂയിസ് ഷിപ്പുകളുടെയും അതിമനോഹരമായ കാഴ്ചകൾ മാത്രം. നോക്കത്താ ദൂരത്തോളം കാഴ്ചകളും കണ്ട് അങ്ങനെ ആ സ്കൈ പാർക്ക് ഒബ്സർവേറ്ററിയുടെ മുകളിൽ നിൽക്കുമ്പോൾ സിംഗപ്പൂരിന്റെ വളർച്ച എന്തെന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയും. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിരന്നു നിൽക്കുന്ന ഒരു സ്വപ്ന നഗരി. അതാണ് സിംഗപ്പൂർ. ഇവിടെ നിന്നും നോക്കത്താ ദൂരത്തേക്ക് കണ്ണു നട്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് നൽകുന്നത്. ആകാശം മുട്ടുന്ന കാഴ്ചകളും താഴെ തടാകത്തിൻ്റെ കരയിൽ ഉറുമ്പുകളെ പോലെ നിരന്നു നീങ്ങുന്ന സഞ്ചാരികളും നമ്മൾ കയറിയ ഈ ബിൽഡിങ്ങിൻ്റെ ഉയരം നമ്മളെ ബോധ്യപ്പെടുത്തും. താഴേക്ക് നോക്കിയാൽ ഗ്ലാസ് ഹൗസുകളും പൂന്തോട്ടങ്ങളും നിരവധി കണ്ണാടി ബിൽഡിങ്ങുകളും മാത്രമാണ് കാണുന്നത്. ഈ കാണുന്നത് ഗാർഡൻ ബൈ ദ ബേ എന്ന ഉദ്യാനമാണ്. അവിടെ നമ്മൾ പിന്നീട് പോകുന്നുണ്ട്. അകലെയായി സമുദ്രത്തിൽ നങ്കൂരമിട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഉല്ലാസ കപ്പലുകളാണ്. സീസൺ ആയിക്കഴിഞ്ഞാൽ സിംഗപ്പൂരിൻ്റെ തീരത്ത് ഇതേപോലെ ആഡംബര കപ്പലുകളുടെ തിരക്കാണ്. ഈ റൂഫ് ടോപ്പിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഇത് പൂർണ്ണമായും പാനൽ ചെയ്തിരിക്കുന്നത് തടിയിലാണ്. മാത്രമല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഏതാനും ഫുഡ് സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ഇളം വെയിലേറ്റ് സഞ്ചാരികളും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന കപ്പിൾസും എല്ലായിടത്തും തിരക്ക് മാത്രം. ആ കാണുന്നത് ഒരു സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ അവിടേക്കുള്ള എൻട്രി ഇവിടുത്തെ ഗസ്റ്റുകൾക്ക് മാത്രമാണുള്ളത്. അവിടെ ഒരു ഇൻഫിനിറ്റി പൂളുമുണ്ട്. അതിൽ ഗസ്റ്റുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. 90കളുടെ അവസാനം മുതൽ ഒരു ജനതയുടെ കഷ്ടപ്പാടിൻ്റെയും ഉയർച്ചയുടെയും പടവുകൾ കയറിയിറങ്ങിയതിൻ്റെ തെളിവുകളാണ് സിംഗപ്പൂരിലെ ഈ ബിൽഡിങ്ങുകളെല്ലാം. അതിൻ്റെ നെറുകയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവരുടെ വളർച്ചയുടെ ഉയരം നമ്മൾക്ക് ബോധ്യമാവും. സിംഗപ്പൂരിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും സിംഗപ്പൂരിലെ മനോഹരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാം കൃഷ്ണൻ.